ഇന്ന് നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന പ്രശസ്തനായ റഷ്യൻ കഥാകാരന്റെ 3 താമസക്കാർ എന്നൊരു ചെറുകഥയുണ്ട്. നമ്മളൊക്കെ ചിലരെങ്കിലും പഠിച്ചിട്ടുണ്ടാവുന്ന സ്കൂളിലോ കോളേജിലോ പഠിച്ചു. 3 ഹെർമിറ്റ്സ് എന്ന മനോഹരമായ ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്, അത് ഒരു മെത്രാനും കൂട്ടരും കൂടെ ഒരു വലിയ ദീർഘയാത്ര ചെയ്യുകയാണ്. അത് ദീർഘയാത്ര ചെയ്യുന്നത് ഒരു ആശ്രമത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആർക്കേഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സൊലോവെറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്തെ ആശ്രമത്തിലേക്ക് യാത്ര, കടലിലൂടെ യാത്ര ചെയ്യും. അപ്പോൾ ഒരു മത്സ്യബന്ധനത്തിന്റെ ബോട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അവരെല്ലാവരും കൂടെ ആ ബോട്ടിൽ യാത്ര ചെയ്യും. യാത്ര ചെയ്തപ്പോൾ ഈ ബോട്ടിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നവരെല്ലാവരും കൂടെ പറഞ്ഞു, ഇവിടെ അടുത്തൊരു ചെറിയ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ 3 മനുഷ്യര് വട്ടാണെന്ന് തോന്നുന്നു. അവർ 3 പേരും കൂടെ അവിടെ ചുമ്മാ താമസിക്കുകയാണ്. അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുകയാണ് പറയുന്നത്. അവരവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ചിലരൊക്കെ പറഞ്ഞു, ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ അവരെ കണ്ടിട്ടില്ല, അവര് ഒരു പ്രത്യേക വലിയ പ്രത്യേകതകളുള്ള മനുഷ്യരാണ്, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എത്ര താല്പര്യം വിഷ്ണു പറഞ്ഞു, എനിക്കെന്ന് അവരെ ഇത് കാണണമല്ലോ, കപ്പിത്താനോട് എന്ന് പറഞ്ഞ് എനിക്കവരെ കാണണം. അദ്ദേഹം പറഞ്ഞു, അവരെ കാണാൻ മാത്രം ഒന്നുമില്ല, ചുമ്മാ വലിയ കഥയില്ലാത്ത 3 മനുഷ്യരാണ്. അവർക്ക് അവരെങ്ങനെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് അവരെ കാണാൻ മാത്രമൊന്നുമില്ല പിതാവേ, നമുക്ക് യാത്ര ചെയ്യാം. അദ്ദേഹം പറഞ്ഞല്ല, എനിക്ക് അവരെ കാണണം. അങ്ങനെ ബോട്ട് തിരിച്ചുവിട്ട് ആ ഐലൻഡിൽ എത്തുകയാണ്. ഐലൻഡിൽ എത്തിയപ്പോഴത്തേക്ക് 3 ആശാന്മാരും അവിടെ വന്നിട്ടുണ്ട് മെത്രാനെ സ്വീകരിക്കാൻ. അപ്പൊ 3 പേരും കൂടെ പിതാവിനെ സ്വീകരിച്ചു. പിതാവ് അവരോടെല്ലാം സംസാരിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആത്മരക്ഷയെ കരുതുന്നത്, എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഉടനെ പിതാവ് ചോദിച്ചു, ഇന്ന പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാമോ? അവർക്ക് അറിയത്തില്ല. വിശ്വാസപ്രമാണം നമുക്കറിയാമോ? അറിയത്തില്ല. കുർബാന ഒരു പിടിയില്ല, ചൊല്ലിത്തരാൻ ആവില്ല. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു പ്രാർത്ഥന രാവിലെ ഒരു വൈകുന്നേരം വരെ ചൊല്ലും. എന്താണത്? 3 are you, 3 are we, have mercy on us. ഇത്രയുള്ളൂ. നിങ്ങൾ 3 പിതാവ് നിങ്ങൾ 3 ഞങ്ങൾ 3 ഞങ്ങളുടെ മേൽ കരുണയായിരുന്നു. ഇതാണ് ഇവര് പ്രാർത്ഥന. പിതാവിന് അത് കേട്ടാൽ അതുപോലെ ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതേവരാണ് നല്ല വിശുദ്ധരായ വിശുദ്ധാത്മാക്കളൊക്കെ രക്ഷപ്പെട്ടോടെന്ന് പറഞ്ഞത് അവരുടെ പരിശുദ്ധ തൃത്വത്തെ കുറിച്ച് പഠിപ്പിച്ചു, പ്രസംഗിച്ചു, പിന്നെ ആത്മരക്ഷയെ കുറിച്ച് പ്രബോധനം കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന അവരെ കൊണ്ട് പഠിപ്പിച്ചു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെ പഠിക്കുന്ന പോലെ പഠിപ്പിച്ചു. അവര് പഠിച്ച് പഠിപ്പേണ്ടത് കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുന്നത്. സ്വർഗസ്ഥനായ പിതാവെ എപ്പം ചൊല്ലിയാലും തെറ്റിപ്പോവാം, അത് പ്രായമായവർ. എന്നാലും പിതാവ് കഷ്ടപ്പെട്ട് അവിടെ ഇരുന്ന് രാത്രി പാതിരാത്രി അവിടെ ഇരുന്ന് ഇവരെ പ്രാർത്ഥന ഒരുമാതിരി ചൊല്ലിച്ചു. ഒരുമാതിരി ചൊല്ലി എന്നെ കണ്ട് തൃപ്തിയായി അദ്ദേഹം കോട്ടയം കയറി യാത്രയായി. കുറെ കഴിഞ്ഞ് ഈ പിതാവ് കടലിലോട്ട് നോക്കിയപ്പോ ആരാണ്ട് അദ്ദേഹത്തെ പിന്തുടരുകയാണ്. ഈ ബോട്ടിനെ പിന്തുടരുന്നു. ഒരു ബോട്ടാണെന്ന് നോക്കിയപ്പോഴത്തേക്ക് ബോട്ടല്ല, 3 പേര് വെള്ളത്തിന് മുകളിൽ കൂടെ ഓടി വരും. എങ്ങോട്ട്? ഈ ബിഷപ്പിന്റെ അടുത്ത് ഓടി വരികയാണ്. 3 ആശയില്ല, ഈ 3 താമസന്മാരും വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഓടി വരികയാണ്. അവർ ഓടി പാഞ്ഞു വന്ന് വലിഞ്ഞു കയറി, വെള്ളത്തെ വലിഞ്ഞു കയറി, വെള്ളം നിർത്തി വെള്ളത്തെ വലിഞ്ഞു കയറിയിട്ട് ചോദിച്ചു, പിതാവേ ഞങ്ങള് ആ പ്രാർത്ഥന മറന്നുപോയി, ഒന്നുകൊണ്ട് പഠിപ്പിക്കാമോ? പിതാവ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ, അപ്പൊ പിന്നെ അത് ചൊല്ലിയില്ലെങ്കിൽ വലിയ കുഴപ്പമാകണമെന്ന് തോന്നി ഞങ്ങൾ ഓടി വന്നതാണ്. വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാനും മാത്രം വിശുദ്ധിയുള്ള ഈ മനുഷ്യരെയാണല്ലോ താൻ ഈ പ്രാർത്ഥനയെല്ലാം പഠിപ്പിച്ചത് എന്ന് തോന്നി. മെത്രാനാപ്പാടെ സങ്കടം. മെത്രാൻ പറഞ്ഞു, നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന തന്നെ തുടർന്നുള്ള പറഞ്ഞു. അതെന്താണ്? നിങ്ങൾ 3 ഞങ്ങൾ 3 ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം. കാരണം അത് ചൊല്ലി ചൊല്ലി അവർ വിശുദ്ധരായി. വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാനും മാത്രമുള്ള വിശുദ്ധി അവർക്കുണ്ട്. അവരെയാണ് നമ്മൾ പോയി ഈ പ്രാർത്ഥനയെല്ലാം പഠിപ്പിച്ചതെന്ന് ഓർത്ത് പിതാവിനാകപ്പാടെ ഒരു പ്രയാസമായി. അപ്പോൾ ലിയോ ടോൾസ്റ്റോയ് മനോഹരമായ ഒരു പ്രാർത്ഥനയെ കുറിച്ചുള്ള മനോഹരമായ പാഠം തരികയാണ്. അതായത് പ്രാർത്ഥനയ്ക്ക് ഭാഷയില്ല. നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ഒരു ദൈവചിന്ത ഉണ്ടാവണം. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്.
പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന പ്രാർത്ഥന ചൊല്ലിയാല് ചിലപ്പോഴൊക്കെ നിങ്ങൾ പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു. ഇന്ന പ്രാർത്ഥന 7 ദിവസം ചൊല്ലിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടും. നമ്മുടെ ഒരു ചേട്ടത്തെ 7-9 ദിവസവും ചൊല്ലി എന്തുവാ BMW കാറ് തരണം മാതാവേ എന്ന് പറഞ്ഞു. ഒരു പേജിന്റെ പ്രാർത്ഥനയില്ലേ BMW പോയിട്ട് ഒന്നും അവിടെ കിട്ടിയില്ല. ഇതൊക്കെ എന്ത് പ്രാർത്ഥന ചേട്ടത്ത് പ്രാർത്ഥന നടത്തി. അപ്പൊ ഇന്ന പ്രാർത്ഥന ചൊല്ലിയാൽ ഏതോ മാജിക്ക് കാര്യങ്ങൾ നടക്കും. ഇന്ന പ്രാർത്ഥന ചൊല്ലിയാൽ അത് കിട്ടും. ഇതല്ല പറയുന്നത് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവചിന്തയാണ്, ദൈവ സാന്നിധ്യമാണ്, ദൈവം കൂടെ നടക്കുന്നു എന്ന ചിന്തയാണ്. ആ പാവ മനുഷ്യന് താമസന്മാര് അവർക്ക് ദൈവചിന്തയുണ്ടായത് ഈ ഒരു കുഞ്ഞു പ്രാർത്ഥന, ഞങ്ങൾ മൂന്ന് നിങ്ങൾ മൂന്ന് ഞങ്ങളുടെ കൃപയായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഉരുവിട്ട് അവർക്ക് വിശുദ്ധി പ്രാപിക്കാൻ സാധിച്ചെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ചെറിയ ചില സമൃദ്ധയെ കാണും. പണ്ടൊക്കെ നമ്മുടെ ആദ്യ കുർബാനയിൽ ഒരുങ്ങുന്ന സിസ്റ്റേഴ്സ് നമ്മളെ സമൃദ്ധിയാവുന്ന പഠിപ്പിക്കുമായിരുന്നു. എന്റെ അമ്മയെ, എന്റെ ആശ്രയമേ. അതുപോലെ തോമസ് ലീന ചൊല്ലി പ്രാർത്ഥന എന്താണ്? എന്റെ കർത്താവേ, എന്റെ ദൈവമേ. നമ്മൾ സപ്രാ പ്രാർത്ഥനയിൽ ചൊല്ലുന്നതിൽ ഓരോ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ ആശ്വാസം നമുക്ക് തരും. ദൈവചിന്ത, നമ്മളാണ് ദുർബോട്ട കാര്യങ്ങളെ കുറിച്ച് ആകുലചിന്തരാണ്. നമ്മൾ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. അന്നേരത്തെയും അല്പ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തോട് ചേർന്ന് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ളൊരു പ്രാർത്ഥന. ഇങ്ങനെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ആയിരിക്കാനായിട്ട് സാധിക്കും. അതിനൊക്കെയുള്ള ഒരു കൃപാവനം നമുക്കുണ്ടാവട്ടെ. പ്രാർത്ഥനയുടെ പാഠശാലയായി ഈ ജൂബിലി കാലഘട്ടത്തെ മാറ്റണമെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. നമുക്ക് ഈ വർഷം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കണം. കുറച്ചുകൂടെ തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടെയുള്ളവരെയും പഠിപ്പിക്കണം. അങ്ങനെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം രൂപവൽക്കരിക്കാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഈ ജൂബിലി കാലഘട്ടത്തിൽ നമ്മൾ 9-10 ആരാധനാ ക്രമകാലങ്ങളിലായി ഈ മംഗളവാർത്തക്കാലം മുതൽ അടുത്ത മംഗളവാർത്തക്കാലം വരെ പ്രത്യാശയുടെ 10 അടയാളങ്ങൾ ധ്യാനിക്കാനായിട്ട്, പഠിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് പ്രത്യാശ നിറഞ്ഞവരായി മാറാം, പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിട്ട് മാറാം. ദൈവം നമ്മളെ എല്ലാവരെയും